KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷ നിരയുടെ കൂട്ടായ ആക്രമണം. ആരോഗ്യമന്ത്രി കേരളത്തിന് മുന്നിൽ പരിഹാസ്യ കഥാപാത്രമായെന്ന് വി.ഡി. സതീശൻ വിമർശിച്ചു. വീണ ജോർജ് അഭിനയ റാണിയാണ് എന്നായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ആക്ഷേപം. മന്ത്രിയാണ് KSU പ്രവർത്തകരെ ആക്രമിക്കാൻ ചെന്നതെന്ന വിചിത്രവാദം കെ മുരളീധരനും ഉന്നയിച്ചു. വി.ഡി. സതീശൻ നടത്തുന്ന നുണജാഥയുടെ ഭാഗമാണ് വീണ ജോർജിനെതിരായ ആക്രമണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തിരിച്ചടിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷം ആരോപണമെന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ തിരിക്കുകയാണ്. വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായതിനെതിരെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനമുയർന്നതോടെയാണ് വീണ ജോർജാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വാദവുമായി നേതാക്കൾ രംഗത്ത് വന്നത്. ആരോഗ്യമന്ത്രിയാണ് ക്രൂദ്ധയായി പോലീസിന്റെ അടുത്തേക്ക് ചെന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വീണ ജോർജിന് മോണോ ആക്ടൻ അവാർഡ് കിട്ടിയതിന്റെ തുടർച്ചയായിരിക്കും ഇന്നലത്തെ സംഭവമെന്നും വാർത്ത വായിക്കുന്നത് പോലെ അഭിനയിക്കാനും മന്ത്രി മിടുക്കിയാണെന്നുമുള്ള പരിഹാസമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്പീക്കർ A.N. ഷംസീറിന്റെ തിരക്കഥയാണ് ഇന്നലെ ഉണ്ടായതെന്നും മുരളീധരൻ ആരോപിച്ചു. മന്ത്രി എന്നുള്ള നിലയ്ക്ക് അട്ടർ ഫെയിലിയർ ആണെങ്കിലും ഈ വാർത്ത വായിക്കുന്ന പോലെ തന്നെ മിടുക്കിയാണ് ഈ അഭിനയിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ മികച്ച അഭിനയത്തിന് ഒരു അവാർഡ് അടുത്ത വർഷം സത്യത്തിൽ ഈ മന്ത്രിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. വാസ്തവ വിരുദ്ധമായ കാര്യം പറഞ്ഞ് അക്രമം അഴിച്ചുവിട്ടത് ആരോഗ്യമന്ത്രിയാണെന്നും എന്ത് പരിക്കാണ് പറ്റിയതെന്ന് മന്ത്രി കാണിക്കട്ടെയെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഏതെങ്കിലും ഒരു വിഷ്വലിൽ ആരോഗ്യമന്ത്രി ആരെങ്കിലും KSU പ്രവർത്തകർ സ്പർശിക്കുന്നതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. മറിച്ചാണ് യാഥാർത്ഥ്യം. തീർത്തും വാസ്തവ വിരുദ്ധമാണ് ഈ പ്രചരണം. മുതിർന്ന നേതാക്കളുടെ പരിഹാസങ്ങളുടെ ചുവട് പിടിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മന്ത്രിയെ അഭിനയ റാണി എന്ന് പരിഹസിച്ചു. ഇന്നലെ കണ്ണൂർ DCCക്ക് നേരെ ആക്രമണം ഉണ്ടായി. സംസ്ഥാന വ്യാപകമായി പലയിടത്തും CPMന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇതിന്റെ എല്ലാം തുടക്കം മന്ത്രിയുടെ വ്യാജ ആരോപണത്തിൽ നിന്നാണ്. അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഈ പറയുന്ന അഭിനയ റാണി ചമയാൻ വേണ്ടി നടക്കുന്ന ഈ വീണ ജോർജിനാണ്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിതാ മന്ത്രിയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. നിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. ഗറില്ല മോഡൽ അക്രമം നടത്തി മന്ത്രിയെ ഇല്ലാതാക്കാനായിരുന്നു KSU നീക്കം നടത്തിയതെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ആരോപിച്ചു. കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗറില്ല മോഡൽ അക്രമത്തിന് ഇവർ നേതൃത്വം കൊടുക്കുന്നത്? ഈ ഒളിപ്പോര് നടത്തുന്നത് എന്തിനാ? ഇങ്ങനെ ഗറില്ല മോഡൽ അക്രമം നടത്തി മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതിൻ്റെ എന്താവശ്യകതയെ ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ പരിശോധിച്ചോ? വീണ ജോർജിനെതിരെ ആക്രമണം നടത്തിയെന്നത് നുണപ്രചാരണമാണെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും UDF അനുകൂല സൈബർ ഹാൻഡിലുകൾ വലിയ പ്രചാരണമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.